നമസ്കാരം. സാബു പരിയാരത്താണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാതെ ഇന്ന് പെരിയാറിൽ ക്രമാതീതമായി ജലം ഉയർന്നിരിക്കുകയാണ്. യാതൊരു പ്രതീക്ഷയും ഉണ്ടായില്ല. മഴ ശക്തമാവുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായെങ്കിലും ഇതിനു മുമ്പെല്ലാം വെള്ളം അമ്പലത്തിൻ്റെ നമ്മുടെ മണപ്പുറം ശിവരാത്രി മണപ്പുറം ആ ശിവക്ഷേത്രത്തിൻ്റെ പകുതിക്ക് വെള്ളം ഒന്ന് ഒഴുകി പോവുകയുണ്ടായിരുന്നത്. എന്നാൽ ഒറ്റ രാത്രി കൊണ്ടാണ് ഇതേപോലെ ഒരു വെള്ളം ക്രമാതീതമായി ഉയർന്നിരിക്കുന്നത്. ഇത് നമുക്ക് ശരിക്കും ആലുവക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയത്തിലാണ്. 2018 അനുഭവിച്ച ആ ഒരു ഓർമ്മ ഈ 2024 ജൂലൈ 30 ആഗസ്റ്റിലേക്ക് കടക്കുമ്പോൾ 2018 ആവർത്തിക്കുമോ എന്നുള്ള ഒരു ഭയപ്പാടിലാണ് ആലുവയിലെ ജനങ്ങൾ ഒന്നടങ്കം. അത്രമാത്രം അന്ന് ഭയപ്പെട്ട, അത്രമാത്രം കഷ്ടപ്പെട്ട് അനുഭവിച്ച ജനങ്ങളാണ് ആലുവ നിവാസികൾ. എല്ലാം നഷ്ടപ്പെട്ടു. അവരെല്ലാം ഒരു പുനർജീവനത്തിലേക്ക് വന്ന് ഇരിക്കുകയാണ്. ഒരു 4 വർഷം 5 വർഷം ആവുന്നതിന് മുമ്പ് വീണ്ടും ആ 2018 ആവർത്തിക്കുമോ എന്ന ഒരു സംശയത്തിലാണ്. ഇപ്പോൾ ആലുവ മണപ്പുറവും ശിവക്ഷേത്രവും പൂർണ്ണമായി മുങ്ങിയിരിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾ ആരും തന്നെ മണപ്പുറത്തേക്ക് വരികയോ ഇത് അമിത ആവേശം കാണിക്കുകയോ അപകടത്തിൽപ്പെടുകയോ ചെയ്യരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മണപ്പുറത്തേക്കുള്ള പാലം അടച്ചിട്ടിരിക്കുകയാണ്. ഇതിലെ നിങ്ങൾ ആരും വരുന്നിട്ട് കടത്തിവിടുകയുമില്ല. ആരും വന്നും നിങ്ങൾ ഫോട്ടോ എടുക്കാനോ അമിതമായ ആവേശം കാണിക്കാനോ നിൽക്കണ്ട. അപകടത്തിൽപ്പെട്ട് അപകടം വരുത്തി വെക്കണ്ട. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ സഹോദരങ്ങള് വയനാട് ഇന്നിപ്പോ വലിയ ദുരന്തത്തിലാണ്. പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത്തരത്തിൽ ദുരന്തങ്ങളിൽ നിന്നും ദൈവം നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.